ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് നോക്കി അറിയാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഓരോ ടോപ്പിക്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത്ര ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം, ഒരു ടോപ്പിക് അപ്ലോഡ് ചെയ്തിട്ട് അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് ലാഗ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ മെനി റീസൺസ് ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. സോ അത്ര കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടോപ്പിക്ക് അപ്ലോഡ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതില്ല. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, നിങ്ങൾ ക്ലാസ്സസ് കാണുന്നവരാണെങ്കിൽ ക്വാളിറ്റി ക്ലാസ്സസ്, ബെറ്റർ ക്ലാസ്സസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഫോക്കസ് ചെയ്ത് മാത്രമാണ് ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒരുവിധ ചിന്തകളും അതിന് പിന്നിലില്ല. സോ നിങ്ങൾ എൻ്റെ ക്ലാസ്സസ് കാണുകയും പിന്നെ കമൻറ്റ് ചെയ്യും, മാം ഇതെനിക്ക് എൻ്റെ ടീച്ചർ പറഞ്ഞു തന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലായി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ഒരു മനസ്സുഖം അല്ലേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ലാസ്റ്റ് ടോപ്പിക് DNA ഫിംഗർ പ്രിന്റിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ DNA ഫിംഗർ പ്രിന്റിംഗ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു, DNA പ്രൊഫൈലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഓക്കെ, സോ വാട്ട് ഈസ് DNA ഫിംഗർ പ്രിന്റിംഗ്? നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ടേമാണിത്, DNA ഫിംഗർ പ്രിന്റിംഗ്. പല സിനിമകളൊക്കെ കാണുമ്പോൾ അല്ലേ, ക്രൈം സീൻസ് ഒക്കെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ ഈ ഫിംഗർ പ്രിന്റിംഗ് നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും. സോ എന്താണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ? DNA ഫിംഗർ പ്രിന്റിംഗ് ഈസ് എ മെത്തേഡ് യൂസ് ടു ഐഡന്റിഫൈ ആൻ ഇൻഡിവിജ്വൽ ഫ്രം എ സാമ്പിൾ ഓഫ് DNA ബൈ ലുക്കിംഗ് അറ്റ് യുണീക് പാറ്റേൺസ് ഇൻ ദർ DNA. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു DNA സാമ്പിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സാമ്പിൾ വെച്ചിട്ട് ഒരു ഇൻഡിവിജ്വലിനെ ഐഡന്റിഫൈ ചെയ്യുക. എങ്ങനെയാണ് ഇൻഡിവിജ്വലിനെ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്? ആ ഇൻഡിവിജ്വലിലെ DNAയിലുള്ള യുണീക് പാറ്റേൺസ് നോക്കിയിട്ട്. യുണീക് പാറ്റേൺസ് എന്ന് പറയുമ്പോൾ ആ ഇൻഡിവിജ്വലിന് മാത്രമായിട്ടൊരു പാറ്റേൺ ഉണ്ടാവില്ലേ DNAയിൽ, ആ ഒരു പേഴ്സണ് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ടാകും, എന്തിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാകും, ദാറ്റ് ഈസ് വേരിയേഷൻ. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ആ ഇൻഡിവിജ്വലിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, രണ്ട് ഇൻഡിവിജ്വൽ എടുത്ത്, ഇപ്പം ഞാനും നിങ്ങൾ ഒരാളോട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ DNA 99.9% സെയിം ആണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് കേട്ടോ DNA ഫിംഗർ പ്രിന്റിംഗ്. ആൻഡ് ഈസ് ഡെവലപ്ഡ് ബൈ അലക് ജെഫ്രീസ് ഇൻ 1985. അലക് ജെഫ്രി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്, DNA ഫിംഗർ പ്രിന്റിംഗ്. ആൻഡ് വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്? DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ബേസിസ് എന്ന് പറയുന്നത് നമ്മുടെ DNAയിലുള്ള റെപ്പറ്റേറ്റീവ് DNA ആണ്, റെപ്പറ്റേറ്റീവ് സീക്വൻസസ് ആണ്. അണ്ടർലൈൻ ചെയ്താണ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു 99.9% DNAയും രണ്ട് ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ്സിന്റെ എല്ലാ ഇൻഡിവിജ്വൽസിലും സെയിം ആണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ രണ്ടുപേർ തമ്മിലുള്ള ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അത് മനസ്സിലാക്കുന്നത് ഈ റെപ്പറ്റേറ്റീവ് DNA ബേസ് ചെയ്തിട്ടാണ്. ഈ റെപ്പറ്റേറ്റീവ് DNA ഈ രണ്ടു പേരിലും വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്, അതായത് സീക്വൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ. എന്താണ് റെപ്പറ്റേറ്റീവ് DNA എന്ന് പറഞ്ഞാൽ? DNAയിലുള്ള ഒരു ചെറിയൊരു റീജിയൺ അല്ലെങ്കിൽ കുറച്ച് സീക്വൻസസ് ഒരു കാര്യമില്ലാതെ മെനി ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അതിനാണ് നമ്മൾ റെപ്പറ്റേറ്റീവ് DNA എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു കാര്യം അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഫംഗ്ഷൻസ് ഒന്നുമില്ല, ഒരു പ്രോട്ടീൻസിനൊന്നും കോഡ് ചെയ്യുന്നില്ല, വെറുതെ റിപ്പീറ്റ് ചെയ്തിടുകയാണ്. അപ്പൊ DNAയുടെ മേജർ പാർട്ടും എന്താണ്? ഈ റെപ്പറ്റേറ്റീവ് DNA ആണ് അല്ലെ. വളരെ കുറച്ച് പോർഷൻസ് മാത്രമാണ് കോഡിംഗ് റീജിയൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, and these repetitive DNA are separated from bulk genomic DNA as different peaks during density gradient centrifugation. നമ്മൾ density gradient centrifugation നടത്തുമ്പോൾ നമുക്ക് ഈ repetitive DNA ബൾക്ക് DNA നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഈ നമ്മൾ ഈ സെൻട്രിഫിക്കേഷൻ ചെയ്യുമ്പോൾ ബൾക്ക് DNA ഫോംസ് മേജർ പീക്ക് and the other small peaks are referred to as satellite DNA. അപ്പോൾ repetitive DNA നമുക്ക് ബൾക്ക് DNA നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ബൈ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ബൾക്ക് DNA മേജർ പീക്ക് ആയിട്ടും ദെൻ റെപ്പറ്റേറ്റീവ് DNA മൈനർ പീക്സ് ആയിട്ടും കിട്ടും, സ്മോളർ പീക്സ് ആയിട്ടും കിട്ടും. ഓക്കെ, ഈ സ്മോളർ പീക്സ് നമ്മൾ റെപ്പറ്റേറ്റീവ് DNA വിളിക്കുക. അതിന് മറ്റൊരു പേരുകൂടിയുണ്ട്, ദാറ്റ് ഈസ് സാറ്റലൈറ്റ് DNA. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, റെപ്പറ്റേറ്റീവ് DNA പഠിപ്പിച്ചപ്പോൾ. റെപ്പറ്റേറ്റീവ് DNA is classified into two: tandem repeats or satellite DNA. Tandem repeats or satellite DNA and interspersed repeats. ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ അല്ലേ. ടാൻഡം റിപ്പീറ്റ്സ് ഓർ സാറ്റലൈറ്റ്സ്, ദെൻ ഇന്റർസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ്. ടാൻഡം റിപ്പീറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് DNA ഇത് കണ്ടോ, ഈ ഒരു റീജിയൻ, ഈ ഒരു
കുറച്ച് റീജിയൻ അല്ലേ, കുറച്ച് സീക്വൻസസ് ഉണ്ടെന്ന് വിചാരിക്കുക, AGA എന്ന് പറഞ്ഞ സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു റീജിയൻ എത്രയോ തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ട് അടുപ്പിച്ച് അഡ്ജസന്റ് ആയിട്ട് അടുപ്പിച്ച് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഈ ബ്ലോക്ക് കണ്ട, 1 2 3 4 5 6 7 8 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അടുപ്പിച്ച്. ദാറ്റ് ഈസ് ടാൻഡം റിപ്പീറ്റ്സ് ഓർ സാറ്റലൈറ്റ്സ്. അപ്പൊ ടാൻഡം റിപ്പീറ്റ്സിനകത്ത് ഒരു സീക്വൻസ്, ഒരു ഷോർട്ട് സ്ട്രെച്ച് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നു അടുപ്പിച്ച് അല്ലേ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് റിപ്പീറ്റഡ് സീക്വൻസ് കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗ്വാനിൻ, അഡനിൻ, തൈമിൻ, അഡനിൻ അല്ലെ, GATA അതിങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ. GATA അടുപ്പിച്ചു. ദാറ്റ് ഈസ് ടാൻഡം റിപ്പീറ്റ്സ്. അതാണ് നമ്മൾ സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ്, അങ്ങനെയും പറയാം. ഡിസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈ റിപ്പീറ്റ്സിന്റെ ഡിഫറൻസ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ഇവിടെ കുറച്ച് സീക്വൻസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. അത് പിന്നെ എവിടെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത്? കുറച്ച് സീക്വൻസസ് കഴിഞ്ഞിട്ടാണ്, അതായത് കുറച്ച് കോഡിംഗ് റീജിയൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഒന്നിടവിട്ടാണ് ഈ ഒരു പോർഷൻ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത് അല്ലെ. ദാറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ്. പലയിടത്ത് ചെതറി കിടക്കാണ്, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒന്നിടവിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇന്റർസ്പേഴ്സ്ഡ് റിപ്പീറ്റ്സ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു DNA ഫിംഗർ പ്രിന്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് റെപ്പറ്റീവ് DNA-നെയാണ് അല്ലെ, റിപ്പീറ്റ് ചെയ്യുന്ന സീക്വൻസസിനെയാണ്. ഈ റെപ്പറ്റീവ് DNA-യിൽ ഏത് DNA-നെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് റീജിയനാണ് ഉപയോഗിക്കുന്നത്? സാറ്റലൈറ്റ് റീജിയൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റെപ്പറ്റീവ് DNA-യിലെ സാറ്റലൈറ്റ് DNA അല്ലെങ്കിൽ സാറ്റലൈറ്റ് റീജിയനെയാണ് നമ്മൾ ഫിംഗർ പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ റെപ്പറ്റീവ് DNA എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം, കുറെ സീക്വൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു, അത് അടുപ്പിച്ച് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇടവിട്ട് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് അടുപ്പിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന സീക്വൻസ് ആണ്. അതിനെ നമുക്ക് സാറ്റലൈറ്റ് DNA എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ സാറ്റലൈറ്റ്സ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. മൈക്രോ സാറ്റലൈറ്റ്സ് ആൻഡ് മിനി സാറ്റലൈറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കേണ്ട ടോപ്പിക്കാണ് മൈക്രോ സാറ്റലൈറ്റ്സ് ആൻഡ് മിനി സാറ്റലൈറ്റ്സ്. അപ്പൊ എന്താണ് മൈക്രോ സാറ്റലൈറ്റ്സ്, എന്താണ് മിനി സാറ്റലൈറ്റ്സ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. സാറ്റലൈറ്റ് DNA-യുടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് എ ഹൈലി റെപ്പറ്റീവ് DNA കൺസിസ്റ്റിംഗ് ഓഫ് ഷോർട്ട് സീക്വൻസസ്. കുറച്ച് സീക്വൻസസ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ, റിപ്പീറ്റഡ് എ ലാർജ് നമ്പർ ഓഫ് ടൈംസ്. ആൻഡ് നോൺ കോഡിംഗ് റീജിയൻ, പ്രോട്ടീൻസിലൊന്നും കോഡ് ചെയ്യാത്ത റീജിയൻ ആണ്, ബട്ട് ഫോം എ ലാർജ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ജീനോമിന്റെ ലാർജ് പോർഷൻ എന്ന് പറയുന്നത് ഈ റെപ്പറ്റീവ് DNA സീക്വൻസസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മൈക്രോ സാറ്റലൈറ്റ്സും മിനി സാറ്റലൈറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഒന്ന് പറഞ്ഞതാണ്, ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കേട്ടോ. മൈക്രോ സാറ്റലൈറ്റ് DNA തന്നെയാണ്. മൈക്രോ എന്ന് വിളിക്കാൻ കാരണം കുറച്ച് വളരെ ഷോർട്ട് DNA സീക്വൻസസ്, വെരി ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് ആണ് കേട്ടോ. ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് എത്ര മാത്രം ബേസ് പേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? 2 to 6 ബേസ് പേഴ്സ്. അത് പലതവണ റിപ്പീറ്റ് ചെയ്ത് വരാം. നമ്പർ ഓഫ് ബേസ് പേഴ്സ്, അതിനകത്തുള്ള നമ്പർ ഓഫ് ബേസ് പേഴ്സ് ആണ് പറയുന്നത് 2 to 6 ബേസ് പേഴ്സ് തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് വരാം. പക്ഷെ മിനി സാറ്റലൈറ്റ് കുറച്ചുകൂടെ വലുതാണ് കേട്ടോ, മൈക്രോനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. ടാൻഡം റിപ്പീറ്റ്സ് തന്നെയാണ്, പക്ഷെ എത്ര ബേസസ് വരാം ഒരു റിപ്പീറ്റിനകത്ത്? ഒന്നില് 10 to 100 ബേസ് പേഴ്സ്. ആ ഡിഫറൻസ് കണ്ടോ? ഇത് 2 to 6, ഇത് 10 to 100 ബേസ് പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരാം. ഓക്കെ, ആൻഡ് മൈക്രോ സാറ്റലൈറ്റ്സ് ആർ റിച്ച് വിത്ത് അഡനിൻ തൈമിൻ ബേസസ്. മൈക്രോ സാറ്റലൈറ്റ്സിൽ കൂടുതലായിട്ടും കാണുന്നത് അഡനിൻ തൈമിൻ ബേസസ് ആണ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് സാറ്റലൈറ്റ് DNA വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് എത്ര നമ്പർ ഓഫ് നൈട്രജൻ ബേസസ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ നൈട്രജൻ ബേസസ് ആണ് പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത്, അങ്ങനെയൊക്കെ ബേസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതൊന്ന് വായിച്ചു നോക്കണേ. സോ മൈക്രോ സാറ്റലൈറ്റ്സിൽ റിച്ച് ആയിട്ടുള്ളത് അഡനിൻ ആൻഡ് തൈമിൻ ആണ്. മിനി സാറ്റലൈറ്റ്സ് കൂടുതലായിട്ടും കാണുന്നത് ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ, GC ബേസസ് ആണ് കൂടുതലായിട്ടും വരുന്നത് മിനി സാറ്റലൈറ്റ്സിൽ. ഓക്കെ, ആൻഡ് മൈക്രോ സാറ്റലൈറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് STR എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ്, അല്ലെങ്കിൽ SSR ഷോർട്ട് സീക്വൻസ് റിപ്പീറ്റ്സ്. വളരെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള സീക്വൻസസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. പക്ഷെ മിനി സാറ്റലൈറ്റ്സ് 10 to 100 ബേസ് പേഴ്സ് ഉണ്ട്, കൂടുതൽ ബേസ് പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. And it is also known as variable number tandem repeats. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടേം VNTRs, variable number tandem repeats. These sequences show high degree of polymorphism and forms the basis of DNA fingerprinting. അപ്പോൾ DNA fingerprinting നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ മിനി സാറ്റലൈറ്റ് പോർഷൻ ആണ് കേട്ടോ, VNTRs ആണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് മൈക്രോ സാറ്റലൈറ്റ്സും കാണാം, ബോത്ത് മൈക്രോ സാറ്റലൈറ്റ്സ് ആൻഡ് മിനി സാറ്റലൈറ്റ്സ്. ലൈക്ക്
ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് ആൻഡ് VNTRs ആർ യൂസ്ഡ് ഇൻ DNA ഫിംഗർപ്രിന്റിംഗ് എന്ന് കാണാം. പല റെഫറൻസിലും അങ്ങനെ കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ DNA ഫിംഗർപ്രിന്റിംഗിന് നമ്മൾ ചൂസ് ചെയ്യുന്നത് VNTRs ആണ്, മീൻസ് മിനി സാറ്റലൈറ്റ്സ് ആണ്. അവിടെയാണ് ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം വരുന്നത് കേട്ടോ. ഈ രണ്ടിലും ഉണ്ട് പോളിമോർഫിസം, മൈക്രോ സാറ്റലൈറ്റ്സിലും ഉണ്ട്, മിനി സാറ്റലൈറ്റ്സിലും ഉണ്ട്. എന്നാലും മിനി സാറ്റലൈറ്റ്സ് ആണ് കുറച്ചുകൂടെ കൂടുതൽ പോളിമോർഫിസം ഉള്ളത്. ഞാൻ ഈ പോളിമോർഫിസം എന്ന് പറഞ്ഞു. എന്താണ് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നോക്കാം. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ വേരിയേഷൻ അറ്റ് ജനറ്റിക് ലെവൽ, നമ്മുടെ DNA-യിലുള്ള നമ്മുടെ ജീൻസിലുള്ള വേരിയേഷനാണ് നമ്മൾ പോളിമോർഫിസം, DNA പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ 99.9% ഓഫ് DNA-യും എല്ലാ ഇൻഡിവിജ്വൽസിലും എന്താണ്, സെയിം ആണ്, ഐഡന്റിക്കൽ ആണ്. ഇനി വേരിയേഷൻ വരുന്നത് എവിടെയാണ്, ആ 0.1% ആണ് അല്ലെ, അവിടെയാണ് എന്ത് വരുന്നത്, DNA പോളിമോർഫിസം വരുന്നത്. DNA പോളിമോർഫിസം, വേരിയേഷൻ, ജീൻസിൽ വേരിയേഷൻ വരുന്നത് അല്ലെ. സോ വാട്ട് ഈസ് DNA പോളിമോർഫിസം? നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കുന്ന ടോപ്പിക് ആണിത്. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ വേരിയേഷൻ അറ്റ് ജനറ്റിക് ലെവൽ, ജനറ്റിക് ലെവലുള്ള വേരിയേഷൻ ആണ് നമ്മൾ DNA പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഫോം ചെയ്യുന്നത്, ഇത് എന്തുകൊണ്ടാണ് റൈസ് ചെയ്യുന്നത്, മ്യൂട്ടേഷൻ വഴിയാണ്. It arises due to mutation and it is inheritable. അപ്പോൾ പോളിമോർഫിസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം പറഞ്ഞായിരുന്നു. അതായത് സിംഗിൾ ന്യൂക്ലിയോടൈഡിലുള്ള വേരിയേഷൻ അല്ലെ. ഇപ്പൊ 2 ഇൻഡിവിജ്വൽസിനെ കൊടുത്തിട്ടുണ്ട്. 2 ഇൻഡിവിജ്വൽസിന്റെ DNA കണ്ടോ, 2 ഇൻഡിവിജ്വൽസിന്റെ DNA. ഇൻഡിവിജ്വൽ 1 എടുക്കുക, ഒരാളെ തന്നെ കേട്ടോ, ഒരാളിലെ തന്നെ ഒരു ക്രോമോസോം എടുക്കുക. ഒരു ക്രോമോസോം എന്ന് പറയുന്നത് ഒരു മെറ്റേണൽ പാർട്ടും ഒരു പാറ്റേണൽ പാർട്ടും ചേരുന്നതാണ് അല്ലെ. ഒരു ക്രോമോസോം എന്ന് പറയുന്നത് ഒരു മെറ്റേണൽ പാർട്ടും ഒരു പാറ്റേണൽ പാർട്ടും ചേരുന്നതാണ്. ഇതാ ഇങ്ങനെ ഇൻടു മാർക്കിൽ ഇതിലെ ഒരു പാർട്ട് മെറ്റേണൽ പാർട്ടാണ്, മറ്റേത് പാറ്റേണൽ ആണ്. മെറ്റേണൽ ക്രോമോസോം പാറ്റേണൽ ക്രോമോസോം എന്ന് പറയും, മദറിന്റെ സൈഡിൽ നിന്ന് പിന്നെ ഫാദറിന്റെ സൈഡിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഈ 2 കോപ്പി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കും അല്ലെ. അപ്പൊ ഈ മെറ്റേണൽ പാർട്ടും പാറ്റേണൽ പാർട്ടും നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാ DNA സീക്വൻസ് നോക്കുക, മെറ്റേണൽ പാർട്ടിലെ DNA സീക്വൻസ് നോക്കുക. അതുപോലെ തന്നെയാണ് പാറ്റേണൽ പാർട്ടിലെ DNA സീക്വൻസും കിടക്കുക അല്ലെ. മെറ്റേണൽ പാർട്ടിലെ DNA സീക്വൻസിനെ പോലെ തന്നെയാണ് പാറ്റേണൽ പാർട്ടിൽ ഇരിക്കുന്നത്. നിങ്ങൾ നൈട്രോജനസ് ബേസസ് നോക്കിക്കോളൂ. ഒരിടത്ത് ഡിഫറൻസ് കാണുന്നുണ്ട്, ഒരു ന്യൂക്ലിയോടൈഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിൽ അല്ലെ, ഒരു ബേസിലുള്ള ഡിഫറൻസ്. അത് മെറ്റേണൽ പാർട്ടിൽ ദാ ഈ C കഴിഞ്ഞിട്ട് സൈറ്റോസിൻ കഴിഞ്ഞിട്ട് തൈമിനാണ് വരുന്നത്. പക്ഷെ പറ്റേണൽ പാർട്ടിൽ സൈറ്റോസിൻ കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്, സൈറ്റോസിൻ ആണ് വരുന്നത്. അപ്പൊ ഒരു ബേസിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോടൈഡിലുള്ള ഡിഫറൻസ്, സിംഗിൾ ന്യൂക്ലിയോടൈഡിലുള്ള ഡിഫറൻസ്, അതാണ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം, SNP. ഇത് ഒരുപാട് പേരിലും ഈ ഒരു SNP സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ഇനി അടുത്ത ഇൻഡിവിജ്വൽ എടുക്കുക, അടുത്ത ഇൻഡിവിജ്വലിലും ദാ മെറ്റേണൽ ക്രോമോസോമും പാറ്റേണൽ ക്രോമോസോമും എടുക്കുക. രണ്ടിലും അതാ ഈ ഒരു പോർഷനിൽ ഇതാ പോളിമോർഫിസം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു ഇൻഡിവിജ്വലിലെ തന്നെ പല ക്രോമോസോംസിലും ഈ ഒരു പോളിമോർഫിസം വരാം അല്ലെ. അതുപോലെ ഒരു ക്രോമോസോമിലെ 2 പാർട്ടിലും 2 ക്രോമാറ്റിഡ്സിലും ഈ ഒരു വേരിയേഷൻ വരാം. ഒരു ക്രോമോസോമിലുള്ള 2 പാർട്സ്, ദാറ്റ് ഇസ് പറ്റേണൽ പാർട്ട് ആൻഡ് മെറ്റേണൽ പാർട്ട് അല്ലെ. അതിൽ തന്നെ DNA സീക്വൻസസിൽ ഈ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വേരിയേഷൻ കാണാൻ പറ്റും അല്ലെ. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. അപ്പൊ 2 ഇൻഡിവിജ്വൽ എടുത്താലും ഈ ഒരു പോളിമോർഫിസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ 2 ഇൻഡിവിജ്വൽസ് ഡിഫറെന്റ് ആയിട്ടിരിക്കാൻ കാരണം എന്താണ്, ഈ DNA പോളിമോർഫിസം ഉള്ളത് കൊണ്ടാണ്. അത് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം വരാം, അല്ലെങ്കിൽ നമ്മുടെ ടാൻഡം റിപ്പീറ്റ്സിൽ, ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സിലുള്ള പോളിമോർഫിസം വരാം. ഇത് ഒറ്റ ന്യൂക്ലിയോടൈഡിലുള്ള വേരിയേഷൻ ആണ് കാണിക്കുന്നത്. ഇത് ഈ കൊടുത്തിരിക്കുന്ന റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് പോളിമോർഫിസം ഇൻ ടാൻഡം റിപ്പീറ്റ്സ്. ടാൻഡം റിപ്പീറ്റ്സിൽ എങ്ങനെയാണ് ഈ പോളിമോർഫിസം വരുന്നത്, ഈ വേരിയേഷൻ വരുന്നത്? ഇൻഡിവിജ്വൽ 1 എടുക്കുക, ഫസ്റ്റ് ഇൻഡിവിജ്വൽ, പിന്നെ രണ്ടാമത്തെ ഇൻഡിവിജ്വലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇൻഡിവിജ്വലില് മറ്റേണൽ പാർട്ടില് ഈ CAG എന്ന് പറയുന്ന നൈട്രോജനസ് ബേസസ് അല്ലെ. CAG 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പെറ്റേണൽ പാർട്ടിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, 5 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ക്രോമോസോം ഇറ്റ്സെൽഫ്, നമ്മുടെ സെല്ലിനകത്തുള്ള ഒരു ക്രോമോസോം ഇറ്റ്സെൽഫ് 2 പാർട്ടിലും ഈ ഒരു റിപ്പീറ്റ്സ് എന്താണ്, റിപ്പീറ്റ് പോയേക്കുന്ന എന്താണ്, ഡിഫറെന്റ് ആയിട്ടാണ് അല്ലെ. ഒരു പാർട്ടിൽ ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ, അടുത്ത പാർട്ടിൽ കുറച്ച് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡിഫറൻസ് കാണിക്കുന്നത്. ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് DNA പോളിമോർഫിസം. അപ്പൊ നമ്മുടെ സെല്ലിനകത്ത് തന്നെ DNA പോളിമോർഫിസം ഉണ്ടല്ലേ. ഇത് നമ്മൾ 2 ഇൻഡിവിജ്വലിനെ കമ്പയർ ചെയ്താൽ ഈ ഒരു പോർഷൻ എടുത്താൽ, ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇൻഡിവിജ്വലിൽ നോക്ക്, മെറ്റേണൽ പാർട്ടിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, 1 2 3 4 5 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പെറ്റേണൽ പാർട്ടിലോ 1 2 3 4 5 6 7 തവണ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ 2 ഇൻഡിവിജ്വൽ തമ്മിൽ
ഡിഫറൻസസ് കാണിക്കുന്നുണ്ട് അല്ലേ? എന്തിന്റെ കേസിലാണ്? ഈ ടാൻഡം റിപ്പീറ്റ്സിൽ. ടാൻഡം റിപ്പീറ്റ്സിൽ എനിക്കുള്ള ടാൻഡം റിപ്പീറ്റ്സ് പോലെ ആയിരിക്കില്ല അടുത്ത ആളുടെ ടാൻഡം റിപ്പീറ്റ്സ്. അത് ചിലപ്പോൾ കൂടിയോ കുറഞ്ഞോ വരിക അല്ലെ? മനസ്സിലായോ? അയാൾക്കുള്ള ടാൻഡം റിപ്പീറ്റ്സ് ആയിരിക്കില്ല അതിനടുത്തയാൾക്കുള്ളത്, അതും കൂടിയോ കുറഞ്ഞോ ഇരിക്കുക അല്ലെ? ഇനി ഒരു ക്രോമോസോമിൽ തന്നെ രണ്ട് പാർട്ടിലും, പാറ്റേണൽ പാർട്ടിലും മെറ്റേണൽ പാർട്ടിലും ഈ ടാൻഡം റിപ്പീറ്റ്സ് വേരി ചെയ്യും. ദാറ്റ് ഈസ് പോളിമോർഫിസം. മനസ്സിലായി? ഇതുകൊണ്ടാണ് ഇൻഡിവിജ്വൽസ് തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാകുന്നത്. പോളിമോർഫിസം ഈസ് ഹയർ ഇൻ നോൺ കോഡിംഗ് സീക്വൻസസ്. നോൺ കോഡിംഗ് സീക്വൻസ് ആകുമ്പോൾ നമ്മൾ ടാൻഡം റിപ്പീറ്റ്സ് അല്ലെ, കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന sequences, അതാണ് non coding sequences, because mutation in these sequences may not have any immediate effect or impact in an individual's reproductive ability. അപ്പോൾ കൂടുതലും പോളിമോർഫിസം DNA വേരിയേഷൻസ് കാണിക്കുന്ന എവിടാണ്? നമ്മുടെ റിപ്പീറ്റഡ് സീക്വൻസസിലാണ്. റിപ്പീറ്റഡ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് അല്ലേ, അത് നമുക്ക് സാറ്റലൈറ്റ് DNA എന്നും പറയാം. അപ്പൊ സാറ്റലൈറ്റ് DNAയിലാണ് കൂടുതലും എന്ത് കാണുന്നത്? പോളിമോർഫിസം കാണുന്നത്. ബിക്കോസ് ഇവിടെ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ, മ്യൂട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ഈ ഒരു സീക്വൻസിൽ മ്യൂട്ടേഷൻ ഉണ്ടായാൽ അത് ആ ഇൻഡിവിജ്വലിനെ അഫക്ട് ചെയ്യത്തില്ല. സോ മ്യൂട്ടേഷൻ ഉണ്ടായാലും നമ്മുടെ ബോഡിനെ അത് അഫക്ട് ചെയ്യുന്നില്ല, നമ്മുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റിനെ അത് അഫക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? because these are non-coding regions. These repetitive sequences are non-coding regions that do not code for anything. അല്ലേ? അത്രേ ഉള്ളൂ. ഇനി നമുക്ക് DNA ഫിംഗർ പ്രിന്റിംഗിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമ്മൾ മിനി സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ VNTRs ഉപയോഗിക്കുന്നത് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ്? മിനി സാറ്റലൈറ്റ്സ് ഓർ VNTRs ആർ യൂസ്ഡ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മിനി സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ VNTRs ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഷോ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. കൂടുതൽ പോളിമോർഫിസം അല്ലെങ്കിൽ ജനറ്റിക് വേരിയേഷൻ കാണിക്കുന്നത് ഈ മിനി സാറ്റലൈറ്റ്സിലാണ്, VNTRsലാണ് കേട്ടോ. ഓക്കെ. In a person, the copy number varies in each chromosome. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓരോ ക്രോമോസോമിലും ഈ കോപ്പി നമ്പർ വേരി ചെയ്യാം. The maternal and paternal, even the maternal and paternal part of the chromosome also contain different copy number of VNTRs. അല്ലെ? ഒരു ക്രോമോസോമിൽ തന്നെ മെറ്റേണൽ പാർട്ടിലും പറ്റേണൽ പാർട്ടിലും ഡിഫറെന്റ് കോപ്പി വരാം ഈ VNTRsന്റെ. കോപ്പി അല്ല, ഡിഫറെന്റ് നമ്പർ ഓഫ് കോപ്പീസ് അല്ലെ? യെസ്. VNTRs ഈസ് സ്പെസിഫിക് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ദാറ്റ് മീൻസ് അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വേരി ചെയ്യും അല്ലെ? എന്റെ VNTR ആയിരിക്കില്ല നിങ്ങളുടെ VNTR എന്ന് പറയുന്നത്. ദ സൈസ് ഓഫ് VNTR വേരീസ് ഇൻ സൈസ് ഫ്രം 0.1 to 20 കിലോബൈറ്റ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മിനി സാറ്റലൈറ്റ്സ് VNTRs നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ദേ ഷോ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. അതാണ് അതിന്റെ ആൻസർ കേട്ടോ. ആൻഡ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്? നമുക്ക് നോക്കാം. ഐസൊലേഷൻ ഓഫ് DNA. നമുക്ക് DNAയുടെ സാമ്പിൾ കിട്ടി അല്ലേ? DNA ഐസൊലേറ്റ് ചെയ്യുക. ദെൻ ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിസ്. നമുക്ക് DNA ഡൈജസ്റ്റ് ചെയ്തെടുക്കണം, കട്ട് ചെയ്തെടുക്കണം. ഏത് പോർഷനാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്? നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് VNTRs മാത്രമാണ്. റിപ്പീറ്റഡ് സീക്വൻസസ് വരുന്നില്ല, ആ ഒരു പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്താൽ മതി. അപ്പൊ അതിനായിട്ട് നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിസ് ഉപയോഗിക്കാം. ദേ ആർ ദ മോളിക്കുലർ സിസേഴ്സ്. ദേ ക്യാൻ കട്ട് ദ DNA അറ്റ് ദ സ്പെസിഫിക് സൈറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിസ് വെച്ചിട്ടാണ്. ബയോടെക്നോളജി പഠിക്കുമ്പോൾ കൂടുതലായിട്ടും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. ദീസ് ആർ ദ എൻസൈംസ്. എൻസൈംസ് യൂസ് ടു കട്ട് ദ DNA അറ്റ് സ്പെസിഫിക് സൈറ്റ്സ്. ഓക്കെ. സോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ടേം ഉണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ ബുക്കിൽ എഴുതണം. നിങ്ങൾ പഠിക്കേണ്ട ടേം തന്നെയാണിത്. റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. അപ്പോൾ DNAയില് ഈ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് വരുന്ന റീജിയൻ നമ്മൾ മോളിക്കുലർ സിസ്റ്റേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യില്ലേ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യില്ലേ? അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പല ഇൻഡിവിജ്വൽസിൽ നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സെല്ലിനകത്തെ ഈ VNTRs തന്നെ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ ഈ എൻസൈം വെച്ച് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് ലെങ്തിലുള്ള ഫ്രാഗ്മെന്റ്സ് കിട്ടും അല്ലെ? VNTRsന്റെ ഡിഫറെന്റ് ലെങ്തിലുള്ള ഫ്രാഗ്മെന്റ്സ്. നമുക്ക് കിട്ടുന്ന റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ്, നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടുള്ള DNAയുടെ ഫ്രാഗ്മെന്റ്, അത് റെപ്പറ്റേറ്റീവ് സീക്വൻസസ് ആണ് അല്ലെ? ആ ഫ്രാഗ്മെന്റ്സിന്റെ ലെങ്തിലുള്ള വേരിയേഷൻ, ആ ഫ്രാഗ്മെന്റ്സ് പല ലെങ്തിലായിരിക്കും കിടക്കുക അല്ലെ? VNTRന്റെ നമ്പർ ഓഫ് റിപ്പീറ്റ്സ് നമ്മുടെ സെല്ലിനകത്തുള്ള ക്രോമോസോംസിൽ ഡിഫറെന്റ് ആയിരിക്കും. സോ വിൽ ഗെറ്റ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് ഡിഫറെന്റ് ലെങ്ത്. നമുക്ക് ഡിഫറെന്റ് ലെങ്തിലുള്ള ഫ്രാഗ്മെന്റ്സ് കിട്ടും. അതല്ല, നമുക്ക് രണ്ട് ഇൻഡിവിജ്വൽസിന്റെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഡിഫറെന്റ് ലെങ്തിലുള്ള ഫ്രാഗ്മെന്റ്സ് ആണ് കിട്ടാൻ പോകുന്നത് അല്ലെ? അടുത്ത ഇൻഡിവിജ്വലിന്റെ VNTRsലും നമുക്ക് ഈ ഒരു ഡിഫറെന്റ് ലെങ്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ DNAയിലെ റിപ്പീറ്റഡ് സീക്വൻസസിനെ മോളിക്കുലർ സിസേഴ്സ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ലെങ്തിലുള്ള ഫ്രാഗ്മെന്റ്സ് കിട്ടും അല്ലെ? അതാണ് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. ഫ്രാഗ്മെന്റ് ലെങ്തിലുള്ള പോളിമോർഫിസം, ഫ്രാഗ്മെന്റിന്റെ ലെങ്തിലുള്ള വേരിയേഷൻ.
ഓക്കെ, അതിന് നമുക്ക് RFLP എന്ന് ഷോർട്ടായിട്ട് വിളിക്കാം. സോ വാട്ട് ഈസ് RFLP? റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. ഇത് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? DNA നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ. എവിടെ? അതിന്റെ റിപ്പീറ്റഡ് സീക്വൻസസിൽ. ഓക്കെ, so it is refers to differences or variations among people in their DNA sequences at sites recognized by restriction enzymes. ഏത് സൈറ്റ് ആണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? റിപ്പീറ്റഡ് സീക്വൻസ് അല്ലേ? ആ സീക്വൻസ് ആണ് ഇൻഡിവിജ്വൽസിൽ ഡിഫറെന്റ് ആയിട്ടുള്ളത് അല്ലേ? ഓക്കെ, such variation results in different sized or length DNA fragments produced by digesting the DNA with the restriction enzyme. ഇത് ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐസൊലേഷൻ ഓഫ് DNA. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസസ്. അപ്പൊ DNAയിൽ റിപ്പീറ്റ് ചെയ്യുന്ന റീജിയൻസ് ഉണ്ട് അല്ലെ, റെപ്പറ്റേറ്റീവ് സീക്വൻസസ് ഉണ്ട്. അത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പല ഫ്രാഗ്മെന്റ്സ് കിട്ടും. ദെൻ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. ആ ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പൊ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്ത ഫ്രാഗ്മെന്റ്സിനെ ഇനി നമ്മൾ ഒരു സിന്തറ്റിക് മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഒരു നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ മെംബ്രെയിൻ ഇതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് കേട്ടോ. ഇതിനെ നമ്മൾ ബ്ലോട്ടിംഗ് എന്ന് വിളിക്കും. ഇവിടെ DNA ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് സതേൺ ബ്ലോട്ടിംഗ്. ഈ ബ്ലോട്ടിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. സതേൺ ബ്ലോട്ടിംഗ്, നോർത്തേൺ ബ്ലോട്ടിംഗ്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ്സ് എന്ന് പറഞ്ഞിട്ട്. സതേൺ ബ്ലോട്ടിംഗ് ആണെങ്കിൽ DNA ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. നോർത്തേൺ ബ്ലോട്ടിംഗ് ആണെങ്കിൽ RNA ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആണെങ്കിൽ പ്രോട്ടീൻസിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫറിങ് ദ ഫ്രാഗ്മെന്റ്സ്, നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്? ഒരു സിന്തറ്റിക് മെംബ്രെയിനിലേക്ക് അല്ലേ? എന്ത് മെംബ്രെയിൻ അവിടെ കൊടുത്തേക്കുന്നത്? നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ മെംബ്രെയിൻ. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബ്ലോട്ടിംഗ്. ദെൻ hybridization of these fragments, DNA fragments using labeled VNTR probe. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രോബ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഈ നൈലോൺ മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത DNA ഫ്രാഗ്മെന്റ്സ്, സിന്തറ്റിക് മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സ് ഒക്കെ ഇതിനെ നമ്മൾ ഒരു പ്രോബുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യിപ്പിക്കണം. സോ വാട്ട് ഈസ് എ പ്രോബ്? പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താ? എ സിംഗിൾ സ്ട്രാൻഡഡ് പീസ് ഓഫ് DNA. ഒറ്റ ഒരു സ്ട്രാൻഡ് സ്ട്രെച്ച്, DNAയുടെ ഒറ്റ ഒരു സ്ട്രാൻഡ് സ്ട്രെച്ചിനെയാണ് നമ്മൾ പ്രോബ് എന്ന് വിളിക്കുന്നത്. ചെറിയൊരു പീസ് അല്ലേ, സിംഗിൾ സ്ട്രാൻഡ് പീസ് ഓഫ് DNA. അത് നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത ഫ്രാഗ്മെന്റ്സിനോട് കോംപ്ലിമെന്ററി ആയിരിക്കും കേട്ടോ. പ്രോബ് വിൽ ബി കോംപ്ലിമെന്ററി ടു ദ DNA ഫ്രാഗ്മെന്റ്സ് വിച്ച് വി ഓൾറെഡി സെപ്പറേറ്റഡ്. എന്നിട്ട് ഈ പ്രോബിനെ നമുക്ക് ലേബൽ ചെയ്യാം, പല രീതിയിൽ ലേബൽ ചെയ്യാം. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് വെച്ച് ലേബൽ ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലൂറസെൻസ് ഡൈ വെച്ച് നമുക്ക് ലേബൽ ചെയ്യാം. പല രീതിയിൽ ലേബൽ ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ലേബലിംഗ് എന്തിനാണ്? നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെന്റ്സ് നമ്മൾ ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എ പ്രോബ് ഈസ് ഡിഫൈൻഡ് ആസ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് പീസ് ഓഫ് DNA ലേബൽഡ് എയ്തർ വിത്ത് എ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഓർ നോൺ റേഡിയോ ആക്റ്റീവ് ലേബൽ. ദ ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് വിച്ച് ഈസ് കോംപ്ലിമെന്ററി ടു ദ ടാർഗറ്റ് DNA. നമ്മുടെ ടാർഗറ്റ് DNA ഫ്രാഗ്മെന്റ്സിനോട് കോംപ്ലിമെന്ററി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോബ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സീക്വൻസിങ്, നമ്മുടെ ഫ്രാഗ്മെന്റ്സിലുള്ള DNA സീക്വൻസസ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബൽഡ് VNTR പ്രോബ്. അപ്പൊ നമ്മൾ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് പ്രോബ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ DNAയിലുള്ള വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ഇല്ലേ, അതിനോട് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന സീക്വൻസസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ VNTR പ്രോബ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ VNTR പ്രോബ്സ് നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സിനോട് കോംപ്ലിമെന്ററി ആയിരിക്കും. സോ ദർ വിൽ ബി ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെന്ററി ബേസിസ് ഫേസ് ടു ഫേസ് വന്നാൽ അവിടെ ബേസ് പെയറിംഗ് നടക്കില്ല. അതാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. സോ ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബൽഡ് VNTR probe ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രാഫി. ദാറ്റ് ഇസ് എ ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ ഹൈബ്രിഡൈസ് ചെയ്ത DNA നമ്മൾ ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാണ്, നമ്മൾ ഡിറ്റക്ട് ചെയ്യാണ് കേട്ടോ നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സിനെ. അതാണ് ഫൈനൽ സ്റ്റെപ്പ്, ഓട്ടോ റേഡിയോഗ്രാഫി. ഇങ്ങനെയാണ് നമുക്ക് DNA ഫിംഗർ പ്രിന്റ് കിട്ടുക ഒരു പേഴ്സന്റെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ DNA ഫ്രം ഇൻഡിവിജ്വൽ A, DNA ഫ്രം ഇൻഡിവിജ്വൽ B. അത് ക്രൈം സീനിൽ നമുക്ക് കിട്ടിയ DNA സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോൾ DNA ഫ്രം ഇൻഡിവിജ്വൽ A, ക്രോമോസോം 7, ക്രോമോസോം 2, ക്രോമോസോം 16, 3 ക്രോമോസോംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രോമോസോം 7 നിങ്ങൾക്ക് റിപ്പീറ്റഡ് സീക്വൻസസ് കാണാൻ പറ്റും. അതിൽ പറ്റേണൽ പാർട്ടിൽ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, മെറ്റേണൽ പാർട്ടിൽ 4 തവണ ഈ സീക്വൻസസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ടാൻഡം റിപ്പീറ്റ്സ് ആണ് അല്ലെ. ഇതെന്താണ്? VNTR ആണ് കേട്ടോ.
ക്രോമോസോം 2 നിങ്ങൾക്ക് VNTR കാണാൻ പറ്റും. പറ്റേണൽ പാർട്ടിലും മെറ്റേണൽ പാർട്ടിലും അത് ഡിഫറെന്റ് നമ്പറിലാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. ഇനി ക്രോമോസോം 16 മറ്റൊരു VNTR കാണാൻ പറ്റും. അതും റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ഡിഫറെന്റ് നമ്പറിലാണ് അല്ലേ, അതും കൂടെ നോട്ട് ചെയ്യുക. ഇനി ഇൻഡിവിജ്വൽ ബിയിൽ സെയിം റിപ്പീറ്റ്സ്, ഈ റിപ്പീറ്റ്സ് ഇവിടെ കണ്ടോ, എത്ര വേരിയേഷൻ ഉണ്ടല്ലേ, കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ക്രോമോസോം 7 ഈ റിപ്പീറ്റ് നോക്കുക, ആ ഇൻഡിവിജ്വൽ ക്രോമോസോം 7 റിപ്പീറ്റ് നോക്കുക, VNTRs ഡിഫറെന്റ് ആണ് അല്ലേ, ഈ VNTR ഇതും ഡിഫറെന്റ് ആണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNA സാമ്പിളിലെ ഈ ക്രോമോസോംസിന്റെ ഈ പറഞ്ഞ സെയിം ക്രോമോസോംസിലെ VNTRs നോക്കാം കേട്ടോ. DNA ഫ്രം ക്രൈം സീൻ C എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്രോമോസോം 7 ഈ റിപ്പീറ്റ്സ് നോക്കുക, 2 നോക്കുക, 16 നോക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്തേ. DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തു, എന്നിട്ട് VNTRs നമ്മൾ എന്ത് ചെയ്തു, ആ സ്പെസിഫിക് സൈറ്റ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. എന്നിട്ട് നമ്മൾ ഈ ഫ്രാഗ്മെന്റ്സിനെ എന്ത് ചെയ്തു, ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല ബാൻഡ്സ് ആയിട്ടായിരിക്കും DNA ഫ്രാഗ്മെന്റ്സ് കിട്ടുക അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. സോ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNA ഇത്തരം ക്രോമോസോംസിന്റെ അതിലെ DNA പല ബാൻഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. C എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. Aയും Bയും കൊടുത്തേക്കുന്നത് രണ്ട് ഇൻഡിവിജ്വൽസിന്. ഇവരെ നമ്മൾ ഈ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNA ആയിട്ട് മാച്ച് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൊടുത്തിട്ടുണ്ട്, Aയും Bയും, ഇൻഡിവിജ്വൽ Aന്റെയും ഇൻഡിവിജ്വൽ Bയുടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ അടിയിൽ ലേബൽ ചെയ്തേക്കുന്നത് ആംപ്ലിഫൈഡ് റിപ്പീറ്റ്സ് സെപ്പറേറ്റഡ് ബൈ സൈസ് ഓൺ എ ജെൽ ഗിവ് എ DNA ഫിംഗർ പ്രിന്റ്. അപ്പോൾ ആംപ്ലിഫൈഡ് റിപ്പീറ്റ്സ്, അതായത് ഈ DNA ഫ്രാഗ്മെന്റ്സ് നമുക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേണ്ട അളവിലുള്ള DNA ഫ്രാഗ്മെന്റ്സ് ഇല്ല എങ്കിൽ, നമുക്ക് വേണ്ട അളവിൽ, നമ്മുടെ എക്സ്പെരിമെന്റിന് വേണ്ട അളവിൽ ഇല്ലെങ്കിൽ നമുക്ക് അതിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. യൂഷ്വലി നമ്മൾ PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ബയോടെക്നോളജിയിൽ പഠിക്കുന്നുണ്ട് കേട്ടോ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ PCR വഴി നമുക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി ഈ ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് DNA ഫിംഗർ പ്രിന്റിങ്ങിന് റെഡി ആയിട്ട് സാധനം കിട്ടും കേട്ടോ. അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസിൽ ഈ DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബാൻഡ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. അങ്ങനെയാകുമ്പോൾ നമ്പർ ഓഫ് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് ഇവിടെ കൊടുത്തേക്കുന്നത് നമ്പർ ഓഫ് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ്, ശരിക്കും അത് VNTRs ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് VNTRs ആണ്. ഫിംഗർ പ്രിന്റിങ്ങിന് മിനി സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ VNTRs ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ശരിക്കും VNTRs ആണ്. നമ്പർ 1ന്റെ അവിടെ നമുക്ക് ഒരു ഫ്രാഗ്മെന്റും കിട്ടിയിട്ടില്ല, ഒരു ബാൻഡും കിട്ടിയിട്ടില്ല. നമ്പർ 2ന്റെ അവിടെ നമുക്കൊരു ബാൻഡ് കിട്ടിയിട്ടുണ്ട്. അത് രണ്ട് റിപ്പീറ്റ്സ് ക്രോമോസോം 16. അതുപോലെ 3, 4, 5, 6 അങ്ങനെ ഓരോന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്ന 11 റിപ്പീറ്റ്സ് അല്ലേ, ഏതിലാ, ക്രോമോസോം 7 11 റിപ്പീറ്റ്സ് വന്നേക്കുന്നത് കണ്ട, ഈ റിപ്പീറ്റ്സ് ആണ് ഇത്, അതാണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. അപ്പൊ അവിടെ വരെ നമുക്ക് ബാൻഡ് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് രണ്ട് ഇൻഡിവിജ്വൽസിൽ ആർക്കാണ് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNA ആയിട്ട് സിമിലാരിറ്റി ഉള്ളത് നമ്മൾ മാച്ച് ചെയ്യാൻ പോകുന്നത്? ഇൻഡിവിജ്വൽ B ആണല്ലേ, അതെ, ഈ പുള്ളിക്കാരൻ. ഇതാണ് ഇതുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ഒരു ഡയഗ്രം കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. DNA സാമ്പിൾ, അതിൽ നമുക്ക് വേണ്ട DNA എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്, എക്സ്ട്രാക്ഷൻ ഓഫ് DNA. എന്നിട്ട് സിസേഴ്സ് പോലെ ഇവിടെ കൊടുത്തേക്കുന്ന ആരാണ്, റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. ഇവരെന്ത് ചെയ്യും, DNA സ്പെസിഫിക് സൈറ്റ്സിൽ പോയി കട്ട് ചെയ്യും. അത് റിപ്പീറ്റഡ് സീക്വൻസസ് ആണ് അല്ലേ, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ്. എന്നിട്ട് നമ്മൾ ഫ്രാഗ്മെന്റ്സിനെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രാഗ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ലോങ് DNA ഫ്രാഗ്മെന്റ്സും ഷോർട്ട് DNA ഫ്രാഗ്മെന്റ്സും ഒക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഒരു നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലേക്ക്, സിന്തറ്റിക് മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ നമ്മളൊരു പ്രോബ് ഉപയോഗിക്കും അല്ലേ, ഈ ഫ്രാഗ്മെന്റ്സുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻക്യുബേഷൻ വിത്ത് ലേബിൾഡ് പ്രോബ്സ്. എന്നിട്ട് ഈ ഹൈബ്രിഡൈസ് ചെയ്ത DNA നമ്മൾ എവിടെ കാണും, നമ്മുടെ എക്സ്റേ ഫിലിമിൽ, ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയും കേട്ടോ. ഓട്ടോ റേഡിയോഗ്രാഫി വെച്ചിട്ട് നമ്മൾ ഈ ഹൈബ്രിഡൈസ് ചെയ്ത DNA ഒരു ഫിലിമിൽ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹൈബ്രിഡൈസ്ഡ് DNA കിട്ടും. അതായത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. യെസ്, അടുത്ത റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രം അല്ലേ, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ മോഡേൺ DNA പ്രൊഫൈലിംഗ് ആണ് കേട്ടോ. എന്താണ് DNA പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു പേഴ്സന്റെ DNAയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കുകയാണല്ലേ. ശരിക്കും ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഫോറൻസിക് സയൻസിലും അതുപോലെ ഇൻഹെറിറ്റൻസ് സ്റ്റഡീസിനൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. ദിസ് ഇസ് മോഡേൺ DNA പ്രൊഫൈലിംഗ്. ഈ ഡയഗ്രത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. DNA സാമ്പിൾ ഉണ്ട്, അതിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ DNAയുടെ ഫ്രാഗ്മെന്റ്സ്, മെനി ഫ്രാഗ്മെന്റ്സ് ഉണ്ടാക്കുന്നത്
PCR വെച്ചിട്ടാണ് കേട്ടോ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വെച്ചിട്ടാണ്. PCR വിത്ത് ലേബിൾഡ് പ്രൈമേഴ്സ്. PCR നിങ്ങൾ ബയോടെക്നോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട DNA ഫ്രാഗ്മെന്റ്, നമുക്ക് വേണ്ടത് റിപ്പീറ്റഡ് സീക്വൻസസ് അല്ലേ, സാറ്റലൈറ്റ് DNA അല്ലേ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ VNTRs. ഈ റീജിയൻ മാത്രം നമുക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഈ റീജിയന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് എടുക്കാൻ പറ്റും, മൾട്ടിപ്പിൾ ഫ്രാഗ്മെന്റ്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ, PCR വഴി. ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ്, ലേബിൾഡ് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ്, കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പഠിക്കാനുണ്ട്. PCR ലേബിൾഡ് വിത്ത് പ്രൈമേഴ്സ് കേട്ടോ. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഫ്രാഗ്മെന്റ്സ് കിട്ടും, ഒരു പെർട്ടിക്കുലർ റീജിയന്റെ മെനി ഫ്രാഗ്മെന്റ്സ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ലെങ്ത്തിലുള്ള ഫ്രാഗ്മെന്റ്സ് ഇങ്ങനെ ബാലൻസ് ആയിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ ഫ്രാഗ്മെന്റ്സിനെ വിഷ്വലൈസ് ചെയ്യാം അല്ലെ, എങ്ങനെ, ബൈ ഓട്ടോ റേഡിയോഗ്രാഫി. അപ്പൊ ആ DNA പ്രൊഫൈൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ മോഡേൺ DNA പ്രൊഫൈലിംഗ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ സ്റ്റെപ്സ് പഠിക്കുന്നില്ലേ, അപ്പം ആ കൂട്ടത്തിൽ ഇത് കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ DNA ഫിംഗർ പ്രിന്റിങ്ങിൽ ഒരു പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ഒരു ഇൻഡിവിജ്വലിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് റീജിയൻ ആണ് എടുക്കുന്നത്, DNAയുടെ ഏത് റീജിയൻ ആണ് എടുക്കുന്നത്? റെപ്പറ്റീവ് സീക്വൻസ്, റെപ്പറ്റീവ് റീജിയൻ, നമുക്ക് സാറ്റലൈറ്റ് DNA എന്ന് വിളിക്കാം. അതിലെ VNTRs, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടാൻഡം റിപ്പീറ്റ്സ് അല്ലേ, ടാൻഡം റിപ്പീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. അവിടാണ് ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം ഉള്ളത്. അതാണ് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് DNA ഫിംഗർ പ്രിന്റിംഗ് നടത്താം. ഇതിന്റെ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. സോ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ എനിക്ക് ഈ ചാപ്റ്റർ നീറ്റിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കും ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആസ് സച്ച് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. സോ ബൈ ബൈ.